UDF-ഉം BJP-യും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന നിയമസഭാ മണ്ഡലമാണ് കാസർഗോഡ്. നിലവിൽ മുസ്ലിം ലീഗിലെ എന്നെ നെല്ലിക്കുന്നാണ് അവിടെ MLA. അദ്ദേഹത്തിന് 3 തവണ MLA സ്ഥാനം നൽകി. അതുകൊണ്ട് തന്നെ ഇത്തവണ സ്ഥാനാർത്ഥി മാറ്റമുണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കാസർഗോഡ്. കാസർഗോഡ് മുനിസിപ്പാലിറ്റി, ചെങ്കള, കാറടുക്ക, ബെള്ളൂർ, കുമ്പടാജെ, ബദിയടുക്ക, മധൂർ, മൊഗ്രാൽ പുത്തൂർ എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ് കാസർഗോഡ് നിയമസഭാ മണ്ഡലം. ഇതിൽ കാസർഗോഡ് മുനിസിപ്പാലിറ്റി, ചെങ്കള, മൊഗ്രാൽ പുത്തൂർ എന്നിവ UDF-ന്റെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രവും മധൂർ, കാറടുക്ക, ബദിയടുക്ക തുടങ്ങിയ പഞ്ചായത്തുകൾ BJP-യുടെയും ശക്തി കേന്ദ്രങ്ങളാണ്. കാസർഗോഡ് നഗരത്തിലും BJP പ്രധാന ശക്തി തന്നെയാണ്. 50.2% ഹിന്ദുക്കളും 48% മുസ്ലിങ്ങളും അധിവസിക്കുന്ന കാസർഗോഡ് മണ്ഡലത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല, അല്പം മതപരമായ താല്പര്യങ്ങൾ രാഷ്ട്രീയത്തിലും പ്രതിഫലിക്കാറുണ്ട്. എന്നാൽ കുറച്ചു കാലമായി UDF-ലെ കോൺഗ്രസിന്റെ ശക്തമായ പിന്തുണ കൊണ്ട് തന്നെ UDF ജയിച്ചു വരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഒരു 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം അങ്ങോട്ടും ഇങ്ങോട്ടുമായി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് എല്ലാ തവണയും ലഭിക്കുകയും ചെയ്യുന്നു. BJP-ക്ക് സംസ്ഥാനത്ത് 50,000-ന് മുകളിൽ വോട്ട് ലഭിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കാസർഗോഡ്. എങ്കിലും UDF-ലെ ഐക്യം ഇതുവരെ ലീഗിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണത്തെ UDF-ലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, മണ്ഡലത്തിനകത്തു നിന്നോ അല്ലെങ്കിൽ ജില്ലക്കകത്തു നിന്നോ നിർത്താൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥി ആ ജില്ലയിൽ ഇല്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ പ്രശ്നമായി കാണുന്നത്. മറ്റൊന്ന്, UDF-ലെ അനൈക്യമാണ്. 1980 മുതൽ തുടർച്ചയായി 31 വർഷക്കാലം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് മുൻ മന്ത്രി കൂടിയായ CT അഹമ്മദ് അലിയാണ്. അദ്ദേഹം വളരെ ജനകീയനായിരുന്നു. അദ്ദേഹം ഉണ്ടാക്കിയ അടിത്തറ തന്നെയാണ് ഇപ്പോഴും ആ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിനും UDF-നും ഉള്ളത്. അദ്ദേഹം പ്രായാധിക്യം കൊണ്ട് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അത്ര സജീവമല്ല. പഴയ INL-കാരനായ നിലവിലെ MLA എന്നെ നെല്ലിക്കുന്ന് ഒരു സമവാക്യത്തിന്റെ പേരിൽ 3 തവണ മത്സരിപ്പിച്ചു എന്നല്ലാതെ മണ്ഡലത്തിൽ ഒരു അവിസ്മരണീയമായ നിമിഷം സമ്മാനിക്കാനൊന്നും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഇത്തവണ അദ്ദേഹം മാറുമ്പോൾ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. സംസ്ഥാനത്ത് മൊത്തം അറിയപ്പെടുന്ന ആളല്ലെങ്കിലും STU നേതാവ്, നഗരത്തിലെ പ്രിയപ്പെട്ട ജനകീയനായ അബ്ദുൾ റഹിമാന്റെ പേര് പ്രവർത്തകർ വളരെയധികം പറയുന്നുണ്ടെങ്കിലും നേതാക്കൾ അതിന് തഴയിടുമോ എന്നൊരു ആശങ്കയും പ്രവർത്തകർക്കുണ്ട്. അതുപോലെ തന്നെ ജില്ലാ മുസ്ലിം ലീഗ് അധ്യക്ഷൻ കല്ലക്ടർ മാഹിൻ ഹാജി മണ്ഡലത്തിന് പുറത്താണെങ്കിലും അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കാസർഗോഡ് മണ്ഡലത്തിന് വേണ്ടി. മണ്ഡലത്തിൽ അദ്ദേഹം ജനകീയനല്ല എന്നുള്ളൊരു കാര്യം വേറെയുണ്ട്. തീപാറും പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ ഒരു പരീക്ഷണത്തിന് നിൽക്കാൻ അങ്ങനെ നേതൃത്വം തയ്യാറാവുകയും ഇല്ല. അപ്പോഴാണ് ഒരു സംസ്ഥാന നേതാവിനെ ഇറക്കാൻ പാർട്ടി ആലോചിക്കുന്നത്. അതിൽ 2 പേരുകളാണ് ഇപ്പോൾ പ്രധാനമായും രംഗത്തുള്ളത്. ഒന്ന്, ലീഗിന്റെ അല്ലെങ്കിൽ UDF-ന്റെ തീപ്പൊരി നേതാവ് KM ഷാജി. മറ്റൊന്ന്, സംസ്ഥാന മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. KM ഷാജി വരികയാണെങ്കിൽ മണ്ഡലത്തിൽ എന്നല്ല ജില്ലയിൽ തന്നെ UDF-ന് അതൊരു വലിയൊരു ആവേശം കൂടും. മഞ്ചേശ്വരത്തും ഉദുമയിലുമെല്ലാം അതിന്റെ അലയൊലികൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അദ്ദേഹം അഴീക്കോട് തോറ്റു നിൽക്കുന്ന ഒരു അവസരത്തിൽ ഒരുപക്ഷെ കാസർഗോഡ് വന്നേക്കാമെന്നും പറയുന്നു. പക്ഷേ അദ്ദേഹത്തെ എറണാകുളം ജില്ലയിലെ ചില മണ്ഡലത്തിൽ പരിഗണിക്കുന്നു എന്നും പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് PMA സലാമിന് സാധ്യത ഏറുന്നത്. അദ്ദേഹത്തിന് മറ്റൊരു സാധ്യത കൂടിയുണ്ട്. അതായത് എന്നെ നെല്ലിക്കുന്നിനെ ഈ മണ്ഡലത്തിൽ 3 തവണയായി നിർത്തിപ്പോയത് ഒരു കാരണം കൂടിയുണ്ട്. അതായത് UDF-ൽ പഴയ INL-കാർക്ക് ഒരു സീറ്റെങ്കിലും നൽകണമെന്ന് ധാരണയുണ്ടായിരുന്നു. അതാണിപ്പോൾ PMA സലാം പഴയ INL MLA കൂടിയായിരുന്നു. ഈ പറയുന്ന 2 പേരിൽ ഒരാളെ കൊണ്ടുവന്ന് ഒരു VIP മണ്ഡലമാക്കി കാസർഗോഡിനെ മാറ്റാനാണ് സാധ്യത. 2 പേരായാലും കിടിലൻ സ്ഥാനാർത്ഥി തന്നെയാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം. UDF ഭയക്കുന്ന മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് മുന്നണിയിലെ അനൈക്യം തന്നെയാണ്. അത് അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഒരു സംഭവമാണ്. കാസർഗോഡ്, പ്രത്യേകിച്ച് കാസർഗോഡ് താലൂക്കിൽ മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്യമാണ് കാണാറുള്ളത്. കോൺഗ്രസിനെ അവർ 2ാം നിരക്കാരായിട്ട് കാണുന്നു എന്നൊരു ആക്ഷേപം കൂടിയുണ്ട്. എന്നാൽ കുറച്ചു കാലമായി അതിനെല്ലാം പരിഹരിക്കാൻ ഒരു MP ഉണ്ട് ജില്ലയിൽ എന്നുള്ളൊരു സമാധാനം കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ പാർട്ടിയുടെ മാത്രമല്ല മുന്നണിയുടെയും പ്രതീക്ഷകൾ ആകെ തകർക്കുകയാണിപ്പോൾ. പ്രത്യേകിച്ച് 2ാം വിജയത്തിന് ശേഷം അദ്ദേഹം എതിരാളികളെ വെട്ടിനിരത്തുന്നതാണ് ഒരു ശൈലി. പാർട്ടിക്കകത്ത് മേധാവിത്വം സ്ഥാപിക്കാനും മുന്നണിക്കകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാനും അദ്ദേഹം കാണിക്കുന്ന താല്പര്യം UDF-നെ ഏറെ പിന്നോട്ട് നയിച്ചിരിക്കുകയാണ് ജില്ലയിൽ എന്നുള്ളത് വ്യാപകമായ ഒരു അഭിപ്രായമായി മാറിയിരിക്കുന്നു. മുസ്ലിം ലീഗിനാണ് അങ്ങനൊരു അഭിപ്രായം കൂടുതലുമുള്ളത്. ഇത് ഏറ്റവും ബാധിക്കുന്ന ഒരു മണ്ഡലമാണ് കാസർഗോഡ്. കാരണം പരമ്പരാഗതമായി കോൺഗ്രസുകാരായി നിൽക്കുന്ന വലിയൊരു വിഭാഗം ഹൈന്ദവ വോട്ടുകൾ ഒരുപക്ഷെ UDF-ലേക്ക് വന്നില്ലെന്ന് വരാം.
അതിനാണ് തടയിടേണ്ടത്. അതിനെ പിണക്കാതെ കൊണ്ടുപോകുന്നതിനു പകരം വഷളാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. UDF കിട്ടിക്കൊണ്ടിരിക്കുന്ന വെറും 5000 വോട്ടുകൾ BJPക്ക് പോയാൽ UDF അവിടെ പണി കിട്ടും. പണ്ടത്തെ ലീഗ് നേതൃത്വം പോലെ, അതായത് ചെർക്കളം അബ്ദുള്ള, CT അഹമ്മദ് അലി, കാസർഗോഡ് നഗരത്തിലെ T അബ്ദുള്ള തുടങ്ങിയ പ്രമുഖർക്ക് സാധിച്ചതുപോലെ ഇപ്പോൾ ജനങ്ങളെ സ്വാധീനിക്കാൻ ഇന്നത്തെ ജില്ലാ നേതൃത്വത്തിന് കഴിയാതെ വരുമ്പോൾ വോട്ടുകൾ ഗതിമാറി ഒഴുകാനും സാധ്യത ഏറെയാണ്. വളർന്നു വരുന്ന തലമുറകൾ BJPയിലെയും നരേന്ദ്രമോദിയിലും കേന്ദ്രീകരിക്കുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കി പണിയെടുത്താൽ UDF വീണ്ടും വിജയിക്കാം. ഒരു സംസ്ഥാന നേതാവ് വരുമ്പോൾ കൂടുതൽ അനുകൂലമാകും ഘടകങ്ങൾ. മാത്രമല്ല, മഞ്ചേശ്വരത്ത് CPM വോട്ടുകൾ UDF കിട്ടുന്നു എന്നൊക്കെ പറയുന്നത് പോലെ കാസർഗോഡ് കിട്ടാൻ ഇടയില്ല. കാരണം CPM-നും LDF-നും വോട്ട് വളരെ കുറവാണ്. മാത്രമല്ല, LDF-ൽ INL ആണ് മിക്കവാറും അവിടെ മത്സരിക്കുന്നത്. BJP ആണെങ്കിൽ തദ്ദേശീയരായിട്ടുള്ള രവീശ തന്ത്രിയെ പോലെയുള്ള ആരെയെങ്കിലും മത്സരിപ്പിക്കാനാണ് സാധ്യത. പണമിറക്കി കളിക്കാനും അവർക്ക് സാധിക്കും. ഏതായാലും UDF അധികാരത്തിലെത്തണമെങ്കിൽ കാസർഗോഡ് മണ്ഡലം തീർച്ചയായും അവർക്ക് കിട്ടണം, നിലനിർത്തണം. അതിനുള്ള പ്രവർത്തനം മണ്ഡലത്തിന്റെ സ്പന്ദനം അറിഞ്ഞുകൊണ്ട് നടത്തേണ്ടത് UDF അനിവാര്യതയാണ്.